ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. അർജന്റീന ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി ഡിസംബറിൽ ഇന്ത്യയിലെത്തും. ഇന്ത്യയിലേക്ക് വരാൻ അർജന്റീന ടീമിന്റെ അനുമതി ലഭിച്ചെന്ന കൊൽക്കത്തയിലെ വ്യവസായി. ഡിസംബർ 12-ന് കൊൽക്കത്തയിലെത്തുന്ന മെസ്സി 13-ന് അഹമ്മദാബാദ്, 14-ന് മുംബൈ, 15-ന് ഡൽഹി നഗരങ്ങളിൽ പരിപാടികളിൽ പങ്കെടുക്കും. ഡൽഹിയിലെത്തുന്ന മെസ്സി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. ഗോഡ് ടൂർ ഓഫ് ഇന്ത്യ എന്ന പേരിലായിരിക്കും മെസ്സിയുടെ ഇന്ത്യ സന്ദർശനം അറിയപ്പെടുക. അർജന്റീന ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി ഡിസംബറിൽ ഇന്ത്യയിലെത്തും. ഇന്ത്യയിലേക്ക് വരാൻ അർജന്റീന ടീമിന്റെ അനുമതി ലഭിച്ചെന്ന കൊൽക്കത്തയിലെ വ്യവസായി. വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചെയ്യുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ, ഇന്ത്യയിലെ 4 നഗരങ്ങളിലാണ് സന്ദർശനം പ്രധാനമായിട്ടും മെസ്സി നടത്തുന്നത്. ഗോഡ് ടൂർ ഓഫ് ഇന്ത്യ എന്ന പേരിലാണ് പര്യടനം നടത്തുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. അതിന് തീർച്ചയായും ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ച് വളരെ പ്രതീക്ഷയുള്ള ഒരു വാർത്ത തന്നെയാണ് അർജന്റീന ഇതിഹാസം മെസ്സി ഇന്ത്യയിലേക്ക് വരുന്നു എന്നുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് കൊൽക്കത്തയിലെ വ്യവസായിയായ സദാദ്രി ദത്തയാണ് ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നടത്തിയിട്ടുള്ളത്. എന്തായാലും മെസ്സി ഇന്ത്യയിലേക്ക് വരുന്നു എന്ന കാര്യം തന്നെയാണ് ഇപ്പോൾ ഒരു സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യയിലേക്ക് വരാൻ മെസ്സിയുടെ ഏജന്റ് കൂടിയായ പിതാവ് ജോർജെ മെസ്സിയുടെ സംഘത്തിന് അനുമതി ലഭിച്ചുവെന്നാണ് മെസ്സിയുടെ സംഘത്തിന് അനുമതി ലഭിച്ചുവെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരം. കൂടാതെ ഡിസംബർ 12-ന് മെസ്സി കൊൽക്കത്തയിലെത്തും. 13-ന് അഹമ്മദാബാദ്, 14-ന് മുംബൈ, 15-ന് ഡൽഹി നഗരങ്ങളിലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും എന്നതാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം. ഡൽഹിയിലെത്തുന്ന മെസ്സി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും എന്നൊരു കാര്യം കൂടി സദാദ്രി ദത്ത പറഞ്ഞിട്ടുണ്ട്. ഈ പരിപാടിയുടെ പേര് അല്ലെങ്കിൽ ഈ സന്ദർശനത്തിന് പറയുന്നത് ഗോഡ് ടൂർ ഓഫ് ഇന്ത്യ എന്ന പേരിലായിരിക്കും മെസ്സിയുടെ ഇന്ത്യ സന്ദർശനം എന്നാണ് പറയുന്നത്. ഈ മാസം 28-നും സെപ്റ്റംബർ 1-നും ഇടയിൽ മെസ്സി ഈ കാര്യം സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെക്കുന്നും സദാദ്രി ദത്ത വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇന്ത്യ സന്ദർശിക്കുന്നതിൻ്റെ ഭാഗമായുള്ള വീഡിയോകളും മെസ്സി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യും. കൂടാതെ മെസ്സിയുടെ കൂടെ ഇന്റർ മയാമി ടീം അംഗങ്ങളായ റോഡ്രിഗോ ഡീപോൾ, അതുപോലെ ലൂയി സുവാരസ് അടക്കമുള്ള താരങ്ങൾ എത്തിയേക്കുമെന്ന ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. പക്ഷേ അതിലൊരു സ്ഥിരീകരണവും അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിട്ടില്ല. എന്തായാലും മെസ്സി വരുമെന്നുള്ള കാര്യം സദാദ്രി ദത്ത കൊൽക്കത്തയിലെ വ്യവസായിയാണ്. അദ്ദേഹം നേരത്തെയും ഫുട്ബോൾ താരങ്ങളെ വിദേശ താരങ്ങൾ ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരാൾ കൂടിയാണ്. എന്തായാലും ഈ സദാദ്രി ദത്തയാണ് ഇക്കാര്യത്തിലൊരു സ്ഥിരീകരണം നടത്തിയിട്ടുള്ളത്. മെസ്സി ഇന്ത്യയിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഈ നിമിഷത്തിൽ ഫുട്ബോൾ ആരാധകരെ, അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായും പറയേണ്ട ഒരു കാര്യം, ഈ ഒരു ഘട്ടത്തിൽ കേരളത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വലിയ വിവാദമെല്ലാം തന്നെ മെസ്സി വരുമോ എന്ന് ചോദിച്ചെല്ലാം മന്ത്രി വി അബ്ദുറഹ്മാനെതിരെ എല്ലാം തന്നെ ഉയരുന്നൊരു കാര്യം കൂടിയുണ്ട്. അദ്ദേഹം മെസ്സി വരുമെന്ന കാര്യം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്തായാലും ആ ഒരു വിവാദങ്ങളെല്ലാം തന്നെ, അല്ലെങ്കിൽ ആ വിഷയം എല്ലാം തന്നെ വളരെ സജീവമായി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ തന്നെയാണ് മെസ്സി ഇന്ത്യയിലേക്ക് വരുന്നു എന്നുള്ള ഒരു സ്ഥിരീകരണം വരുന്നത്. എന്തായാലും പ്രധാനപ്പെട്ട നഗരങ്ങളിൽ മെസ്സി വരും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായും എടുത്ത് പറയേണ്ട ഒരു കാര്യം. ഡിസംബർ 12-ന് മെസ്സി കൊൽക്കത്തയിൽ വരുന്നു. 13-ന് അഹമ്മദാബാദ്, 14-ന് മുംബൈ, 15-ന് ഡൽഹി ഈ നഗരങ്ങളിലാണ് മെസ്സി എത്തുക. കൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കൂടിക്കാഴ്ച നടത്തും എന്ന വിവരം കൂടി ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. എന്തായാലും കൊൽക്കത്തയിലെ വ്യവസായിയായ സദാദ്രി ദത്തയാണ് ഇക്കാര്യത്തിലൊരു സ്ഥിരീകരണം നടത്തിയിരിക്കുന്നത്. എന്തായാലും അർജന്റീന ഇതിഹാസം ലയണൽ മെസ്സി ഇന്ത്യയിലേക്ക് എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായ ഈ നിമിഷത്തിലെ വാർത്ത എന്ന് പറയുന്നത്. ആതിര. ശരി ഉണ്ണികൃഷ്ണൻ. അർജന്റീന ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി ഡിസംബറിൽ ഇന്ത്യയിലെത്തും. ഇന്ത്യയിലേക്ക് വരാൻ അർജന്റീന ടീമിന്റെ അനുമതി ലഭിച്ചെന്ന കൊൽക്കത്തയിലെ വ്യവസായി. ഡിസംബർ 12-ന് കൊൽക്കത്തയിലെത്തുന്ന മെസ്സി 13-ന് അഹമ്മദാബാദ്, 14-ന് മുംബൈ, 15-ന് ഡൽഹി നഗരങ്ങളിൽ പരിപാടികളിൽ പങ്കെടുക്കും.